ചേച്ചി പറഞ്ഞു എടാ അത് നീ കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞു. എന്നുകൊണ്ട് വലിയ ഹീറോ കളിച്ചിട്ട് ഒറ്റ ഇറ കൊടുത്തു. തേങ്ങ അപ്പുറത്തേക്ക് എത്തി, പിന്നെ പ്ലക് എന്നൊരു ശബ്ദം. നോക്കിയപ്പോ മോതിരം കൊളത്തേ പോയി. കടം വീടിയിട്ടില്ല. അന്നത്തെ ദിവസം നീ തന്നെ പട്ടീനെ തല്ലണ പോലിട്ട് തല്ലിണ്ടായിരുന്നു. അതും കൂടി ഒന്ന് തീർത്താല്. ഹലോ നമസ്കാരം കേട്ടാ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ വലിയൊരു സന്തോഷത്തില്ല, വലിയ സന്തോഷത്തില്. അതുകൊണ്ട് ഇന്ന് സെൽഫി സ്റ്റിക്കും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണേ. കാരണം നമ്മൾ സാധാരണ പറയുന്ന ടോപ്പിക്കുകളെ ഒന്നുമല്ല. നമ്മളിത് ഒരു കുഞ്ഞൊരു ബ്രേക്ക് എടുത്ത് നൈസായിട്ട് നാട് വരെ പോവാണ്. ഓക്കെ, അപ്പൊ ഞാന് സാധാരണ 1.5 കൊല്ലം കൂടുമ്പോ പോണത്. അപ്പൊ ഞാൻ ലാസ്റ്റ് മാർച്ചിലാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോ ഇപ്രാവശ്യം പോണ പോക്കിന് എന്താ വെച്ചാൽ കുഞ്ഞൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത വേറെ ഒന്നുമല്ല, എൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോ പുള്ളിക്കാരത്തിന്റെ വീട് പാലുകാച്ചിന് കാലം കേട്ട് ഓൾറെഡി എൻ്റെ ഭാര്യയും മക്കളേക്കും 1 മാസം മുമ്പോടെ എത്തല് കഴിഞ്ഞു. അവരവിടെ അർമാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അർമാദനം വെറും 14 ദിവസത്തേക്ക് നമ്മൾ ചുരുക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ലേ, കുറച്ച് മിഠായികളും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്, ട്രെയിൻ ഇരിക്കുന്നുണ്ട്. സാധാരണ ഓൾറെഡി അവർ പോയപ്പോൾ കുറെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് മതി. പക്ഷേ ഇതിനകത്ത് ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ ചെല്ലണത് അത്ര വലിയ ആനത്തിലെ സർപ്രൈസ് ഒന്നുമില്ല അവർക്ക്, അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷെ സർപ്രൈസ് എന്താന്ന് വെച്ചാല് ഇതായിരിക്കണു. ഇതാണ് ആ സർപ്രൈസ്. ഏകദേശം ഈ ബോക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് സ്വർണ്ണാണ് എന്നുള്ളത്. അപ്പോ ഞാൻ ഈ സ്വർണം കൊടുക്കാൻ പോണത് എൻ്റെ മമ്മിക്കല്ല, എൻ്റെ ഭാര്യയ്ക്കല്ല, എൻ്റെ ഈ പെങ്ങൾക്കാണ് ഞാൻ ഈ സാധനം കൊടുക്കാൻ പോണത്. ഇതിലിരിക്കുന്ന സ്വർണം തീർച്ചയായിട്ടും നമ്മൾ നാട്ടിൽ പോയിട്ട് അവൾക്കത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടി കാണാൻ പറ്റും. അപ്പോ ഈ സ്വർണത്തിന്റെ പുറകിലൊരു കഥയുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടൊരു സ്വർണ്ണ മോതിരം. അതിനു മുമ്പ് ഞാൻ വേറെ കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ എൻ്റെ ഈ പെങ്ങളെ കണ്ടിട്ട് ഏകദേശം ഒരു 6-6.5 കൊല്ലായിട്ട് കേട്ടാ. അതായത് പുള്ളിക്കാരത്തി ഖത്തറിലാണ്, അക്കൗണ്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ലീവിൽ വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവില്ല. അങ്ങനെ എന്താ പറയാ, ഈ 2 മക്കളും രണ്ടാമത്തെ എന്റെ കുഴപ്പമാണത്. ഞാൻ മൂത്ത പെങ്ങളെ എല്ലാ കൊല്ലം നമ്മൾ പോകുമ്പോൾ കാണുന്നതാ. പക്ഷെ ഈ രണ്ടാമത്തെ പെങ്ങളെ 2018 വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഞാൻ കണ്ടതാ. അപ്പൊ കറക്റ്റ് 2018 6 കൊല്ലായി ഞാൻ കണ്ടിട്ട്. ഇവരുടെ ഈ സ്വർണ്ണ മോതിരം, ഞാൻ അവള് വിളിക്കുന്നത് എന്ന് വെച്ചെങ്കിൽ, നമ്മള് വയസ്സിന് മൂത്താണെങ്കിലും ചെറുപ്പത്തില് പപ്പ മരിച്ചു പോയാറുണ്ട്. നമ്മള് ഒരപ്പന്റെ സ്ഥാനത്ത് തന്നെയാണ്. ചേച്ചിമാരാന്നോണ്ട് കാര്യമില്ല, നമ്മള് തനി മൂശാട്ടിയായ ഒരു അനിയനായിരുന്നു. അപ്പോ ഞാൻ ഈ പുള്ളിക്കാരത്തിയുടെ ഒരു മോതിരം 30 കൊല്ലം മുമ്പ് ഞാൻ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ 30 കൊല്ലം മുമ്പ് പറ്റിയ എന്താണെന്ന് വെച്ചെങ്കില്, ഇവര് കഷ്ടപ്പെട്ട് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തിട്ടും പിടിച്ചിട്ടേക്കും ഉണ്ടാക്കിയ ഒരു കുഞ്ഞൊരു മോതിരം. അപ്പൊ ഈ മോതിരം എന്നോട് ഇടല്ലേ എന്ന് 100 വട്ടം പുള്ളിക്കാരത്തി പറയും. അവര് ഈ സാധനം തേഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഫുൾ ടൈം ഇടില്ല. അപ്പൊ ഞാനൊരു ദിവസം ഒരു കൗതുകത്തിന് ഈ സാധനം ഞാനെടുത്ത് എന്റെ വിരലിട്ടു. അതിവിടെ മോതിര വിരലെല്ലാം തോന്നിയത്, ഒരു വിരൽ ഓർമ്മയില്ല, ഞാൻ ഇട്ടു. പക്ഷെ അന്ന് എന്റെ കഷ്ടകാലത്ത് പറഞ്ഞാൽ മതി, അന്ന് നമ്മുടെ വീട്ടിൽ തെങ്ങേറ്റം നടക്കുന്ന സമയമാണ്. അപ്പൊ ഈ തെങ്ങ് കയറുമ്പോ എന്താ വെച്ചെങ്കിൽ, വീടിന്റെ പുറകിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ തേങ്ങ വീഴും. കാരണം ആ കുളത്തിന്റെ അവിടെ ഒരു 3 തെങ്ങ് നിപ്പുണ്ട്. അപ്പോ ഈ തേങ്ങ വീഴുന്ന സമയത്ത് എന്റെ പണിയാണ് കുളത്തിൽ നിന്ന് നമ്മൾ തേങ്ങ പറക്കി കയറ്റുക എന്നുള്ളത്. അപ്പം അധികം തേങ്ങയൊന്നും വീഴില്ല, എന്നാലും വെട്ടുകത്തി, നല്ല മറ്റേ വാക്കത്തി, വെട്ടുകത്തി നമ്മുടെ അവിടെ പറയും, വെട്ടുകത്തി കൊണ്ടുപോയിട്ട് നമ്മളിന് പതുക്കെ വിട്ടണം, അല്ലെങ്കിൽ കമ്പൗണ്ട് തോണ്ടിയിട്ട് എടുക്കണം. ഞാൻ ഈ മോതിരിട്ടിരിക്കുമ്പോ മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ആ കുളത്തിലുള്ള തേങ്ങ മുഴുവൻ കയറ്റാൻ പറഞ്ഞു. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാധനം മറന്നുപോയി. ഞാൻ ഇതിട്ടിട്ട് പോയി. ഈ കുളത്തിന്റെ ഇങ്ങേ സൈഡില്, ഒരു സൈഡില് എൻ്റെ ചേച്ചി നിൽക്കുന്നുണ്ട്, തേങ്ങ ഞാൻ എറിഞ്ഞു കൊടുക്കണത് ഇപ്പുറത്തേക്ക് ഇടാനായിട്ട്. അപ്പുറത്തെ സൈഡിൽ ഞാനും നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ തേങ്ങ എറിയുമ്പോ ഈ മോതിരം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പതുക്കെ എറിഞ്ഞു കൊടുക്കും എടുത്തിട്ട്. അങ്ങനെ ഇതാക്കി കുറച്ച് കഴിയുമ്പോൾ നമ്മള് കോൺഫിഡൻസ് കൂടല്ലോ. സംഭവം 13-14 വയസ്സുള്ള ചെക്കൻ്റെ കാര്യം ആലോചിച്ച് നോക്കണം. അപ്പോ അന്ന് ഞാൻ ഈ സാധനം അവസാനത്തെ തേങ്ങ അപ്പൊ അവസാനത്തെ തേങ്ങ ചേച്ചി പറഞ്ഞു, എടാ അത് നീ കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞു. എന്നുകൊണ്ട് വലിയ ഹീറോ കളിച്ചിട്ട് ഒറ്റ ഇറ കൊടുത്തു. തേങ്ങ അപ്പുറത്തേക്ക് എത്തി, പിന്നെ പ്ലക് എന്നൊരു ശബ്ദം. നോക്കിയപ്പോ മോതിരം കൊളത്തേ പോയി. ഇതില് മുട്ടോളം വെള്ളം കൊണ്ട് കാര്യമില്ല, വീണ്ടും ഒരു ഉപ്പിട്ട് അവിടെ അടുത്ത മുട്ടോളം വരെ ചേറാണ് ഈ സാധനത്തില്. ഞാൻ അവിടെ ഒന്ന് കരഞ്ഞ് ഞാൻ പറഞ്ഞു, ചേച്ചി മോതിരം പോയി എന്ന് പറഞ്ഞപ്പോ അവള് കരുതി ചുമ്മാ തള്ളണതാവും, നീ കളിയാക്കാണ്ട് എവിടെ മോതിരം എവിടെ ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഇല്ലേച്ച് മോതിരം പോയി പറഞ്ഞു. അന്ന് എന്നെ ഈ പുള്ളിക്കാരത്തി കൊണ്ടുപോയിട്ട് അടിച്ച് തമ്പോറാക്കിയിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ മൂരാച്ചി ആങ്ങളൊന്നും ഇല്ല, കാരണം തെറ്റ് പറ്റിയില്ല നമ്മുടെയില്. അപ്പൊ അന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ജോലി കിട്ടുമ്പോ മേടിച്ചരാന്ന് പറഞ്ഞു. ഏത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാന് എന്തൊക്കെയാണ്ടാ നിനക്ക് കിട്ടണേന്ന് ചോദിക്കില്ല, നീ എത്ര ആഗ്രഹിച്ചാ മേടിച്ചാളാന്ന് പറഞ്ഞിട്ട് എന്നെ അടിച്ച് തമ്പോറാക്കി. അപ്പോ 30 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പുള്ളിക്കാരത്തിക്ക് ആ മോതിരം തിരിച്ചു കൊടുക്കാൻ പോവാണ്, നിങ്ങളുടെക്കും മുന്നേ വെച്ചിട്ട്. അതുപോലെ തന്നെ പറ്റുകയെന്ന് വെച്ചെങ്കിൽ അന്ന് തന്ന അടിയുടെ 2 പറ്റെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്നുണ്ട്. നോക്കട്ടെ, സാഹചര്യം അനുസരിച്ച് പറ്റെങ്കിൽ ചെയ്യാം. അപ്പോ നമ്മള് നാട്ടിൽ പോയി ഈ വക അഭ്യാസങ്ങൾ കാണിക്കാൻ പോവാണ്. ബാക്കിയുള്ള യാത്രാ വിവരണങ്ങൾ നമുക്ക് പോണ വഴിക്ക് പിടിക്കാം. ഏതൊരു പ്രവാസി ചെയ്യണ പണിയും ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഭാര്യ കിടന്ന് മരണ വിളി. ഞാൻ വിചാരിച്ചു നമ്മളെ കാണാനുള്ള വല്ല വ്യഗ്രത ഉണ്ടെന്ന്. വേറെ ഒന്നുമല്ല, 2 സാരി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സാരി ഇല്ലാണ്ട് നിങ്ങൾ വരണ്ട എന്നാണ്. ദൈവമേ, ഇതൊക്കെ നേരത്തെ വീട്ടിലിങ്ങനെ വീട്ടിൽ കയറി ചെല്ലണ്ടാണ്. അതുപോലെ ഈ ഒരു സാരി ഇപ്പൊ ഇതില്ലാത്തതിന്റെ പേരിൽ നമുക്ക് കുടുംബകലഹം ഉണ്ടാക്കാൻ പറ്റില്ല, മനസ്സിലായ. പിന്നെ കൊച്ച് പീനട്ട് ബട്ടർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരാഗ്രഹമല്ലേ, ഇരിക്കട്ടെ. പിന്നെ കുറച്ച് സാധനങ്ങൾ അതാ ഈ സാധനം ഉണ്ടല്ലോ, ഇവിടെ ഇപ്പൊ സത്യം പറഞ്ഞാൽ അവൈലബിൾ അല്ല. ഞാനിത് ആമസോണിൽ നിന്ന് വരുത്തിയതാണ്, മനസ്സിലായ. അപ്പോൾ അത്രയും കുറച്ച് ഒരു 3 എണ്ണം അത് പിടിച്ചിട്ടുണ്ട്. ഇതെടുത്ത് ഇവിടെ വയ്ക്കാം, ഇവിടെ ഇരിക്കട്ടെ. പിന്നെ തേച്ചൊരച്ച് കുളിക്കാനായിട്ട് സോപ്പ്. ഇതൊക്കെ നാട്ടിൽ കിട്ടുന്ന സാധന, എന്നാലും ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ഒരു സുഖം. നല്ല പണം, പൊളി പണം. പിന്നെ എന്തുട്ടാ, ഇതിനാണ് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചെങ്കിൽ, ഇതേ നമ്മുടെ സാധനങ്ങൾ ഇത്രയും കഴിഞ്ഞു. അപ്പോ നമ്മുടെ ക്യാമറ കിടന്ന് കുന്തലിക്കുന്ന പുള്ളി ഉണ്ടല്ലോ, പുള്ളിയാണ് ഇസ്മായിൽ, എൻ്റെ അയൽവാസിയാണ് കേട്ടാ. പുള്ളിയുടെ മക്കളേക്കും ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ ഒരു ഉപ്പയുടെ സ്നേഹം, ഉപ്പയുടെ അവകാശം പുള്ളി കാണിക്കുകയാണ്. മൂത്ത മകൾ ഇസ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ സമ്മാനം. ഇതേ പിടിച്ചോ, ആടി ഒളിച്ചെരിപ്പാണ്. ഈ പിങ്കിന്റെ സംഭവം മനസ്സിലായ? ഇവിടെ ഈ നാട്ടില് പെൺപിള്ളേർക്ക് പിങ്കും പിന്നെ ഏതാ ബ്ലൂ എന്തൊരു കളർ ഉണ്ടല്ലോ, അങ്ങനെ എന്താ ബ്ലൂ ആൺപിള്ളേർക്കും. പിന്നെ ഒരു ലോഡ് ഡ്രസ്സുകൾ, എല്ലാം കുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ്. എന്തായാലും നമുക്ക് നന്നായി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പെട്ടി വീട്ടിൽ വന്ന് പൊട്ടിക്കുമ്പോഴേ, അല്ലെങ്കിൽ നമുക്കൊരു തോന്നലുണ്ടാവില്ലേ കുറച്ച് സാധനങ്ങളെ കൊണ്ടുപോയിട്ടുള്ളൂ. ഇത് നമ്മ കണ്ട ഒരു ലോഡ് സാധനങ്ങൾ. ആഹാ ഞാൻ അർമാദിക്ക് ഇപ്രാവശ്യം എന്തായാലും ഇസ്മയിലിക്ക വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ പറയണം, ഇതിന്റെ എന്താ പറയാ ചുമട്ടുകൂലിയാ. ആ സാധനമായിട്ട് നല്ല കാഴ്ചക്കൊല. ഇവന്റെ നാട്ടിലെ അടിപൊളി നേന്ത്രത്തോട്ടം, മറ്റേ നേന്ത്രവാഴയുടെ തോട്ടം, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ പ്രത്യേകം ഉപ്പോട് പറയണം കേട്ടാ. അല്ലാന്ന് വെച്ചെങ്കിൽ ഈ സാധനം പകുതി ആരും എടുത്തേക്കും, സാധനം അവിടെ എടുത്ത് വിൽക്കും. എന്തായാലും ഇത് നന്നായി, കാരണം ഇങ്ങനെ പാക്കറ്റ് ആയതുകൊണ്ട് സാധനം തെറ്റൂല. പിന്നെ ഇത് കണ്ട വെൽ സെറ്റായിട്ട് ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. നമ്മുടെ അയൽവാസിയാണ് നമ്മുടെ ഇസ്മായിലിക്ക കുറച്ച് കാലത്തേക്ക് മക്കളേക്കും നാട്ടിൽ പറഞ്ഞയച്ചേക്കണം. ഇവിടെ ഉണ്ടായ പിള്ളേരാണ്. അപ്പോൾ പുള്ളി നാട്ടിലേക്ക് ഒന്ന് പറഞ്ഞയച്ച് നാടിൻ്റെ പച്ചപ്പും ആ ഒരു കൾച്ചറും ഒക്കെ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി. നമ്മുടെ പാക്കിങ് ഓൾമോസ്റ്റ് അല്ല കഴിഞ്ഞു, ഇനിയൊന്നുമില്ല. നമ്മളങ്ങനെ ഐശ്വര്യമായിട്ട് സെറ്റ്. അപ്പോ നമ്മൾ ഒരു സദ്യ കഴിച്ച പ്രതീതിയിൽ ഇല മടക്കില്ലേ, അത് നേരെ ഓപ്പോസിറ്റ് മടക്കണ്ട. തൽക്കാലം നമ്മൾ ഇപ്പൊ ഇപ്പുറത്തേക്ക് പിടിച്ചേക്കാണ്. അപ്പോ ഇതൊന്നും നല്ല സൂപ്പർ സാധനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ഐറ്റം ഒരു ഒന്നൊന്നര ഐറ്റമാണ്. ഇതിലാണ് സത്യം പറഞ്ഞ ഇപ്രാവശ്യം എൻ്റെ ഫുൾ ഹാപ്പിനെസ്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമ്മളെ പെട്ടി പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. അധികമൊന്നുമില്ലല്ലോ, സിമ്പിളായിട്ട് നമ്മൾ ഇതേ പോവാണ്. ഞാനിതാ പോകുന്നേ. നമ്മളങ്ങനെ നൈസായിട്ട് ഇവിടുന്ന് പതുക്കെ ഇറങ്ങിയിട്ട്, ഞാൻ സത്യം പറഞ്ഞാൽ പോണത് രാത്രി 12 മണിക്കാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇസ്മായിലിക്കാനെ കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇവനെ എടുത്തിട്ട് നേരെ നമ്മുടെ ഗാരേജിൽ നമ്മുടെ കാറ് കിടപ്പുണ്ട്. ചെരുപ്പിടാട്ടോ, ഒരു മിനിറ്റ്, ചെരുപ്പിട്ടാവും പോവാം അഭ്യാസം. കം ഓൺ ബോയ്സ്. അങ്ങനെ
ഐശ്വര്യപൂർണമായി നമ്മൾ പെട്ടി എടുത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾ ഹാൻഡ് ബാഗാ അതിന് ഒറ്റയ്ക്ക് എടുത്ത് വെച്ചോളാം, സമാധാനമുണ്ട്. നമ്മൾ US വഴിക്കാണ് നമ്മൾ പോരണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരൻ്റെ വണ്ടിയിലേക്ക് ലഗേജൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അതിലെ ഒരു ഹൈ പറഞ്ഞടാ. നമ്മുടെ ഒരു 10 വർഷമായിട്ടുള്ള നമ്മുടെ ഒരു ചങ്ക് ചക്കനാണ്. ഡ്യൂട്ടി ഫ്രീയിൽ നമ്മളെ ആൾക്കാർ സാധാരണ കയറണം എന്തിനാണെന്നറിയാലോ, ആ സാധനം മേടിക്കുന്നത് തന്നെ ഞാനും മേടിക്കുന്നത്. നമ്മൾ പതുക്കെ ലക്ഷ്യമാക്കി വരുന്ന സാധനം നമ്മുടെ ബ്ലാക്ക് ലേബലാണ്. നടക്കാണ്ട് ഇങ്ങനെ മൂവ് ചെയ്യാം, അടിപൊളിയാ. വെളുപ്പിന് സമയം ഡൊമസ്റ്റിക് ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. വളരെ സ്വസ്ഥമായിട്ട്, ഒരു ശല്യമില്ല. 7 മണിക്ക് ഫ്ലൈറ്റ്, ഓൾമോസ്റ്റ് 5 മണി സമയം ആവണുള്ളൂ. 6:30ക്കാണ് നമ്മുടെ റിപ്പോർട്ടിങ് കാര്യങ്ങളെങ്കിൽ വരണത്. അതുകൊണ്ട് ഓടി പിടിച്ചിട്ട് പോയിട്ട് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല അവിടെ. അതുകൊണ്ട് ഒരു ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, സ്വസ്ഥമായിട്ട് ഇങ്ങനെ നമ്മൾ പോവാന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് മെച്ചം എന്താ വെച്ചെങ്കിലേ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. വളരെ കൂളാണ്. നമുക്ക് യാത്രയുടെ വിരസതകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഉറപ്പൊളിച്ചിരിക്കുന്നു. നമ്മൾ ഏകദേശം സമയം 6 മണി, 6:30ക്ക് അകത്ത് കയറാം, വണ്ടിക്കകത്ത് കയറാം, 7 മണിക്ക് പുറപ്പെടും. അപ്പോൾ ഉറങ്ങണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആൾക്കാർ വളരെ കുറവാണ്. ഞാനിരിക്കുന്ന ഗേറ്റിൻ്റെ അവിടെ കണ്ട ഒരു ആൾ പുറകിൽ ആളുള്ളൂ. അപ്പോൾ ഒരു ലോക്കൽ ഫ്ലൈറ്റാണ്. ഇതിങ്ങനെ ഇവിടെ നിന്ന് പറക്കിയെടുത്തിട്ട് നേരെ ന്യൂയോർക്കിൽ വരും. ന്യൂയോർക്കിൽ വന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഒരു ലോഡ് ഉണ്ടായിരിക്കും. ഭയങ്കര എക്സൈറ്റഡാണ് നമ്മുടെ ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പെങ്ങൾ എന്താവും എന്നുള്ളൊരു സംഗതിക്ക് ഉണ്ട്. യാത്ര അങ്ങനെ തുടങ്ങി. ഇതിപ്പോൾ ഏറ്റവും തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ KSRTC ബസ് വഴി ചെയ്യുന്ന സാധനം. കാരണം വളരെ ദുർഘടം പിടിച്ചൊരവസ്ഥ. ഇത് വേറെ ഒന്നുമല്ല, വളരെ കുഞ്ഞു വണ്ടി എന്ന് പറയില്ലേ. നമ്മൾ വലിയ ജംബോയിൽ പോലത്തെ കയറിയിട്ടേ ഡൊമസ്റ്റിക് നമ്മൾ പറക്കുമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ ന്യൂയോർക്കിൽ നമ്മൾ ഡിട്രോയിറ്റിൽ നിന്ന് നമ്മൾ ന്യൂയോർക്കിലേക്ക് നമ്മുടെ യാത്ര. ജസ്റ്റ് പുറകിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് 2 ലൈനിൻ്റെ സീറ്റുകളാണ്. എൻ്റെ കൂടെ ഒരു സുന്ദരി കുട്ടിയുണ്ട്. ഹായ്, പ്ലീസ് ഹായ്. നമ്മുടെ കോ പാസഞ്ചറാണ്. നമ്മുടെ ഒരു യാത്ര പുറപ്പെട്ടപ്പോൾ കിട്ടിയ ഫ്രണ്ട്സാണ്. ലിങ്കേഷ് ഫാമിലി. നമ്മുടെ ലണ്ടൻ്റെ അടുത്ത് സർണിയിലുള്ളതാണ്. അപ്പോൾ ഇവർ ലഗേജ് എല്ലാം കൊണ്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൊച്ചിൻ്റെ ഈ ക്രാഡിൽ ഈ സാധനം തള്ളാനായിട്ട് ആളില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു ഡ്രൈവറായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ പിരിയാൻ പോവാണ്. വി ആർ ഗോയിങ് ടു സെപ്പറേറ്റ്. ഹീസ് ഫ്രം പൂനെ. കാരണം ഹീസ് ഗോയിങ് ടു ദില്ലി, ഐ ആം ഗോയിങ് ടു മുംബൈ. സോ all the best. All the best. It was Okay, nice meeting you. Enjoy your holidays and everything. Yeah, and thanks a lot for your help. Thank you. Okay, really man. appreciate it. It was nice seeing you. Yeah. Okay. Thank you. Okay, bye. Bye. അവരുടെ ഗേറ്റ് വേറെയായിരുന്നു. അവരവിടെ കൊണ്ടാക്കി സ്വസ്ഥമായിട്ട് നമ്മളിങ്ങനെ പോന്നു. നോക്കിയപ്പോൾ 2 ലഗേജും 2 പെട്ടി തള്ളണം, ഒരു കൊച്ചുണ്ട്, കൊച്ചിനെടുക്കണം. എല്ലാം കണ്ടപ്പോൾ എന്നിലെ നന്മ വരെ ഉണർന്നു. അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ആ പുള്ളീനെ പോയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു. അടുത്തൊരു നീണ്ട കാത്തിരിപ്പാണ്. ബോംബെയിലേക്ക് ഉള്ളൊരു കാത്തിരിപ്പ്. സാധാരണ എനിക്ക് കാത്തിരിക്കുമ്പോഴേക്കൊരു ബോറടിക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് അത്ര ബോറടിയില്ല. അതായത് എല്ലാവരും പോയിട്ട് അല്ല നമ്മൾ പോണത്, ഒറ്റയ്ക്കല്ല നമ്മൾ പോണത്. അപ്പോൾ അതുകൊണ്ട് മറ്റേന്ന് പറഞ്ഞാൽ ഭാര്യ ഉണ്ടാവും, പിള്ളേരുണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾ ശരിക്കും ഒറ്റയ്ക്ക് പോകുന്നത് നല്ലതാണ്. കാരണം മൈൻഡ് കുറച്ചുകൂടി നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. മറ്റേ പിള്ളേരാകുമ്പോൾ വാഷ്റൂമിൽ പോകണം, വിശക്കണോ പിടിക്കണെല്ലാം പറയും. ഇത് നമ്മളില്ലോ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണ്. ഇതൊരു പ്രത്യേക അനുഭവമായിട്ടത്. സംഭവം കുടുംബമായിട്ട് പോണത് പൊട്ടയെന്നല്ല ഞാൻ പറയണത്. പക്ഷേ എന്നാലും ഒരു പ്രത്യേക ഒരു വൈബിന് വേറെ ഉണ്ട്. നമ്മുടെ കൊച്ചിയിൽ ബിനാലെ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ തുടങ്ങിയിട്ടുള്ളത്. അതായത് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓരോന്നുണ്ടാക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ. അതുപോലെ നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് പക്ക ഗ്രീനിഷോ അങ്ങനെ എന്തോ, അതായത് മറ്റേ സോളാർ പാനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ആൾക്കാർ അന്ന് ചെയ്ത കാര്യങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ സംഭവം പ്രാവർത്തിയാക്കാൻ പോകണുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ കാണിച്ചു തരാട്ടോ. ഒരു മിനിറ്റ്, ഇതിപ്പോൾ ശരിയാക്കിടാം. നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്തൊട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നല്ലേ. ഇവരൊരു പ്ലെയിൻ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ പേരിലൂടെ എഴുതി വെച്ചേക്കാണ് എർത്ത് മന്ത് ഇൻസ്റ്റാളേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ സംഭവം ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചെങ്കിൽ കംപ്ലീറ്റ് ഈ പ്ലെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു പോർഷൻ കണ്ട, ഇത് മൊത്തം വെച്ചിരിക്കുന്നത് ഒരു ഹാങ്ങർ വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കുകൾ. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡില്ലേ കണ്ട, അങ്ങനത്തെ സാധനങ്ങൾ വരെ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ സാധനം ഇങ്ങനെ അവരുണ്ടാക്കി എടുത്തേക്കണേ. കണ്ട എന്ത് ഭംഗിയാന്നറിയാ.
ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, അതായത് ഇത്രയേ ഉള്ളൂ, കാലങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളേക്കും റീസൈക്കിൾ ചെയ്യുന്ന സംഗതി വെച്ചുണ്ടാക്കുന്നു. ഇത് കണ്ടോ, നമ്മുടെ ചായക്കപ്പില്ലേ, ചായക്കപ്പിൻ്റെ ലിഡാണ് ഈ കാണുന്നത്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഫോർക്ക്, നൈഫും അങ്ങനത്തെ സാധനങ്ങൾ. ഇത് ഈ നീല സാധനം ഉണ്ടല്ലോ, ഇത് നമ്മുടെ പക്ക ഗാർബേജ് ബിന്നാണ്. കണ്ട, കുഞ്ഞ് ഗാർബേജ് ബിൻ. ഇത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു മോഡൽ പോലെ ചെയ്തിരിക്കുകയാണ്. അവർ ഉദ്ദേശിക്കുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന സംഭവം. അതിനകത്ത് കണ്ട ഒരു മൊബൈൽ ഫോൺ വരെ ഉണ്ട് കേട്ടോ. കണ്ട, കംപ്ലീറ്റ് സാധനങ്ങൾ, മരുന്നിൻ്റെ കുപ്പി, ഇത് കണ്ട, ഏതൊരു കുട്ടിയുടെ പാവേന വരെ ഇവിടെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലെ മറ്റേ ബിനാലെ പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഒരു ഇതുണ്ട്. കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ അവരിപ്പോൾ ചെയ്ത് വരണുള്ളൂ. ഈ ഫ്ലൈറ്റിൻ്റെ ടെയില് ഉണ്ടാക്കി വെച്ചാൽ പക്ക ഫോർക്ക് വെച്ചിട്ട് ആ ഒരു ക്രിയേഷന് നമ്മൾ അഭിനന്ദിക്കാണ്ട് വയ്യ. ഇതേതാണ്ട് ഇത് കാണുമ്പോൾ ശരിക്കുണ്ടല്ലോ, നമ്മൾ ചെറുപ്പത്തിൽ കഞ്ഞിയും കറി ഉണ്ടാക്കി കളിക്കുക എന്ന് പറയില്ലേ, ആ പരിപാടി തോന്നുന്നുണ്ട്. നോക്കിയേ, നിങ്ങൾ നോക്കിയത് ഇവിടെ നിന്ന് ഒരു പാത്രത്തിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ച് 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 വന്ന് 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 കണ്ട 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 ഇത് കണ്ട, അതിൻ്റെ ഉള്ളിൽ കണ്ട എന്താ, ഓറഞ്ചാ ആപ്പിളാ, ഇതേ ഒരു കുട്ടി ദിനോസർ വരെ അതിൻ്റെ ഉള്ളിൽ കണ്ട ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് റിയലി ബ്യൂട്ടിഫുൾ ആയിട്ട് സാധനം. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയാനുള്ളൂ. സംഭവം നമ്മളെ നോക്കി കോപ്പി അടിച്ചാൽ തോന്നുന്നുണ്ട്. പണ്ട് ചിലപ്പോൾ ആരെങ്കിലും കൊച്ചിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ കൊച്ചിയിൽ വന്നപ്പോൾ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവുമെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകണത്. എന്തായാലും ഈ ആശയം അടിച്ചു മാറ്റിയവനും അത് ചെയ്തവനും തീർച്ചയായിട്ടൊരു നല്ലൊരു സെല്യൂട്ട്. ഈ സാധനം തൊട്ടും മറ്റേ നമ്മുടെ ഈ വാഷർ ആൻഡ് ഡ്രയറൊക്കെ ഇല്ലേ, അതിൻ്റെ എന്തോ ഒരു ബ്ലോവർ പോലെ സാധനമാണ് ഇത്. അത് വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കണേ. എന്തായാലും കൊള്ളാം, ആശയം കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാതൃകയാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്. കാരണം ഇവർ നമ്മളെ മാതൃകയാക്കിയിട്ടാണ് ഈ സാധനം അടിച്ചേക്കണേ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മുടെ ഇസ്മായിലിക്കയുടെ മോൾക്ക് കുറച്ച് മിഠായി മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മേടിക്കാൻ പോവാണ് നൈസായിട്ട്. കണ്ടാ, ഇത് നമ്മുടെ മിഠായിക്കടയിൽ കുറേ മിഠായി ഇരിപ്പുണ്ട്. നമുക്ക് ഇതൊരെണ്ണം എടുക്കാം. ഇതൊരെണ്ണം പ്രത്യേകം പറഞ്ഞുള്ളതാണ്. പിന്നെ നമ്മുടെ ഫെറാറ റോസ്റ്റർ, ഇത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ. മറ്റേ കിട്ടാത്ത മിഠായി ആമസോണിൽ നിന്ന് മേടിച്ചതേ, അതൊരെണ്ണം കൂടി ഇരിപ്പുണ്ട്. പിന്നെ ഹെർഷീസാണ്, മോശമല്ല. ഇതിപ്പോൾ എന്താ വെച്ചെങ്കിൽ 33 കഷ്ടി $100, ഇസ്മായിലിക്കട $100 കൂടി പോയി കിട്ടി. നമുക്ക് പതുക്കെ ബില്ലടിക്കാം. ഇത് ഹിയർ I'm just taking a video. Is that okay? Taking this is 2 for $50. You can mix 3 for $45. One is 19. One is 33. When you buy two, $50. This is 19. When you buy three, $45. No, that's okay. I need your boarding pass, sir. Sorry? I need your boarding pass. Boarding pass. Just a minute. We deliver it. ഓക്കെ, നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് സാധനം മേടിക്കണതുകൊണ്ട് നമ്മുടെ ബോർഡിംഗ് പാസ് കാണണം ചേച്ചിക്ക്. ഓക്കെ, യു വാണ്ട് മൈ പാസ്പോർട്ട്? നോ, ജസ്റ്റ് ദ ബോർഡിംഗ് പാസ്, റൈറ്റ്? ബോർഡിംഗ് പാസ് എടുക്കാലോ. ഇന്ത്യയിലേക്ക് പോകണ പാവത്തിൻ്റെ ബോർഡിംഗ് പാസ്സാണ് ചേച്ചി. അപ്പോൾ ബോർഡിംഗ് പാസ്സൊക്കെ സ്കാൻ ചെയ്ത് അതൊക്കെ നമുക്ക് തിരിച്ചു തന്നു. ഐശ്വര്യമായിട്ട് അതിവിടെ വയ്ക്കാം. എന്താ മദ്യക്കുപ്പികൾ ഇരിക്കുന്നുണ്ടാ, മദ്യം ആയി. ക്യാപ്റ്റൻ മോർഗൻ എന്ന് പറയുന്ന സാധനമാണ്. നമ്മളിതിനെ കളിയാക്കി വിളിക്കുന്നതാണ് ക്യാപ്റ്റൻ മുരുകൻ. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഫ്രീ നിന്ന് മേടിച്ച്. സോ ഡു ഹാവ് any seal it for? Yes. You already seal it? Not yet. Why? No, I'm asking you. Okay. I have to seal it. Oh, you have to seal it. Okay. It's up to you. Why wanna eat now? No, just make it seal it now. അതുണ്ടോ, അടിപൊളി ഇങ്ങനെ സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 81, sir. You can stop for
This one? Yes, we Oh. deliver at the gate. at Oh, our time. okay, So okay. pick up with your receipt. You will never give to us, right? No. Oh, okay. So I need to show this one to them. They will make it. They will So hand it to you. I'm going to You're good to go. B5, A5. Yeah. Yes. Oh my God. Thank you. Have a good day. You too. ഇത്ര കാലം ഞാൻ ഇവിടുന്ന് പല പല സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് പല എയർപോർട്ടിൽ നിന്നും ഒരിക്കൽ പോലും ഇങ്ങനത്തെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ട്രാൻസിറ്റ് ആയിട്ട് പോണോണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞതറിയാം നമ്മളെ ഈ ഒരു റെസീറ്റ് തന്നിട്ട് പറഞ്ഞേ മക്കളൊരു പണി ഈ റെസീറ്റ് അവിടെ കാണിക്കും അപ്പോൾ നമ്മുടെ ഗേറ്റിൽ കാണിക്കുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുമല്ലോ ആ സമയത്ത് ഗേറ്റിൽ കാണിക്കുമ്പോൾ ആ സാധനം തരാണ് അടിപൊളി ഏർപ്പാട് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടാ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കാണുന്നത് ഇതേവരിങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും ഇത് പുറകിൽ അടുത്ത മിഠായി കട ഒന്ന് കയറി നോക്കട്ടെ നല്ല സാധനം ഉണ്ടോ നോക്കട്ടെ പോയിട്ട് എന്തായാലും ഇവിടെ സമയമുള്ളത് നന്നായി എന്താ കാര്യം എന്ന് വെച്ചാലേ നമുക്ക് അവിടെ നിന്ന് ലഗേജ് കയറ്റിയപ്പോഴേ അവർ ലഗേജിൽ സെപ്പറേറ്റ് ടാഗ് തരണം ആ പെണ്ണൊരു പുതിയ പെണ്ണായിരുന്നുകൊണ്ട് അത് തന്നില്ല എന്നോട് പറഞ്ഞ് പോയിക്കോളാം ഞാനാണെങ്കിൽ പൊട്ടൻ ആരും ഇതിൽ അവർ റാപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ റാപ്പിംഗ് ഫെസിലിറ്റി ഇല്ല അപ്പോൾ നമ്മളും കുറച്ചൊന്ന് പാനിക്കായി അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് ചോദിക്കാനും മറന്നുപോയി ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് പോന്നു ഇപ്പോൾ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗേജ് ഇവിടെ കൺഫേം അല്ലേ കയറിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണുമ്പിള്ള പറയാണ് ഇവിടെ ഇല്ല ഇനി ഡെൽറ്റയുടെ ഓഫീസിൽ പോകണം അവിടെ പോയിട്ട് നിങ്ങൾ പോയിട്ട് അവിടെ നിന്ന് പോയി സംസാരിക്കുക അവിടെ നിന്ന് അതിൻ്റെ ടാഗ് നമ്പർ കൊണ്ടായോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൺഫേം ചെയ്യാമെന്ന് അപ്പോൾ യാത്ര ചെയ്യുന്നവർ നമ്മളിപ്പോൾ എത്ര വർഷങ്ങളായി യാത്ര ചെയ്യണമെന്നറിയാം എന്നിട്ട് പോലും നമുക്ക് ഈ ഒരു ഇത് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ എത്ര യാത്ര ചെയ്തുകൊണ്ട് കാര്യമില്ല ചില സമയത്ത് നമ്മുടെ കിളി പറക്കും കാരണം ഞാൻ ലഗേജ് റാപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ പോകുന്നത് ഇപ്പോൾ ഡിട്രോയിറ്റ് പോലത്തെ വലിയൊരു എയർപോർട്ടിൽ വന്നിട്ട് ഈ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ലോക്ക് പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല റാപ്പ് ചെയ്യണമല്ലേ അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ റാപ്പിംഗ് ഇല്ല അപ്പോൾ ലോക്ക് ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്യണേ അപ്പം തന്നെ നമ്മുടെ റിലേ പകുതി പോയി അതിൽ പറ്റാ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ടാഗ് ചോദിച്ച് മേടിച്ചേനെ ആ പെണ്ണാണെങ്കിൽ അപ്പോൾ അതൊരു പുതിയ പെണ്ണാണ് അപ്പോൾ അങ്ങനെ ഒരു പറ്റി ഇനിയിപ്പോൾ ഒരു ഓഫീസിൽ പോയിട്ട് സാധനം നൈസായിട്ട് ചോദിക്കാം അതിപ്പോൾ നടക്കുള്ളൂ കുഴപ്പമില്ല സമയമുണ്ട് നമുക്ക് ലാവിട്ട് സമയമുണ്ട് ഇപ്പോൾ മണി 10:15 അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ പോയി ഇതൊക്കെ മേടിച്ച് കുറച്ച് നടക്കാൻ കുറച്ച് ഷുഗറൊക്കെ ഉണ്ട് ഇളകട്ടെ അങ്ങോട്ട് ഇനി ഫ്ലൈറ്റ് കയറിയാൽ സ്മോൾ അടിക്കാനല്ലേ അപ്പോൾ കുറച്ച് ഷുഗറൊക്കെ ഉണ്ട് പോട്ടെ ഓഫീസിൽ പോട്ടെ കേട്ടാ അപ്പോൾ ശരിയാക്കാം ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാലേ അവൻ പറയണേ ഈ സാധനം തരണേട്ട് മുമ്പ് അവൻ പറയാ സാധനം പോയിന്ന് സാധനം മിസ്സിങ് കാണിക്കണം ഇവിടെ സാധനം കാണിക്കില്ല പറഞ്ഞു എൻ്റെ കിളിയൊന്ന് പറഞ്ഞു എൻ്റെ കർത്താവ് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുക അതിനകത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇരിക്കണേ എൻ്റെ ശരിക്കും എൻ്റെ ആത്മാവ് പറന്നു അത് ഞാൻ വീണ്ടും ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ പിന്നെ പുള്ളി കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു ഒരു മിനിറ്റ് ഒന്നുകൂടി ഡബിൾ ചെക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇല്ല സാർ അവിടെ എത്തിയിട്ടുണ്ട് ഇനി തൊട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ഇത്രയും ഇറസ്പോൺസിബിൾ ആയതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെ റാപ്പിങ്ങിൻ്റെ സാധനം ഉണ്ടായിരുന്നില്ല സാറേ അങ്ങനെ പറ്റിപ്പോയതാ സാറേ എന്ന് പറഞ്ഞു ഇത്രയും ഷുഗർ കത്തിയാൽ മതി ഇത്രയും കൊളസ്ട്രോൾ കത്തിയാൽ മതി എനിക്ക് വയ്യ ഇനി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൺഫേം ചെയ്യും സാധനം ഉണ്ടോ ഇല്ല എന്നുള്ളത് കാരണം ഇതില്ലാണ്ട് നാട്ടിൽ പോകാൻ പറ്റില്ല അത്രയും വാലിഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് പെട്ടുണ്ട് അതെൻ്റെ കുഴപ്പം നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസ് കാണിക്കാൻ പോകണം ഐ ഹാവ് വൺ ചോക്ലേറ്റ് ഫ്രം ദ Sure. Not this one. 155. ചേച്ചി എൻ്റെ മിഠായി തരുമോ മിഠായി തരുമോ ഇതാവും Thank you. Your receipt, sir. Oh, you have to keep the receipt here? Yes. Okay, thank you. അങ്ങനെ നമ്മുടെ DFS നമ്മുടെ മിഠായി കിട്ടി ഇതും കൊണ്ട് നമുക്ക് ബാഗിൽ പോയിരിക്കാം നമ്മുടെ യാത്ര അങ്ങനെ ബോംബെയിലെത്തി നമ്മൾ ബോംബെയിൽ നമ്മൾ ഡൊമസ്റ്റിക്കിൻ്റെ സെക്ഷനിലേക്ക് വന്ന്
വെൽ സെറ്റപ്പിൽ ചെയ്തു വെച്ചിട്ട് കാര്യങ്ങളിലേക്കും നല്ല അടിപൊളി എയർപോർട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും ഡൊമസ്റ്റിക്കിനകത്ത് കാണിക്കാത്ത അത്രയും ഇമ്പോർട്ടൻസ് കാര്യങ്ങളിലേക്കും ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് കാണുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഇന്ത്യയുടെ എയർപോർട്ട് ഡൊമസ്റ്റിക് സെക്ഷൻ അത്ര മോശമൊന്നുമല്ല എന്നുള്ളത്. പക്ഷേ ഏറ്റവും പരിതാപകരമായ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഇവിടേക്ക് കിടക്കില്ല, അത് ഡ്യൂട്ടി ഫ്രീക്ക് കിടക്കുമ്പോൾ വരുമ്പോൾ അത് ഈ നമ്മൾ മറ്റേ പട്ടായ ബീച്ചിലേക്കും പട്ടായ എന്നുള്ള സ്ഥലത്ത് വരുമ്പോൾ വരണ്ട മസാജ് വേണോണ്ട് പെണ്ണുങ്ങൾ വരണത്, ആ വരണ മാതിരി വന്നിട്ട് പെർഫ്യൂം വേണോ ലിക്കർ വേണോ ഓഫറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ബോംബെയിലത്തെ പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളിക്ക് ബോട്ടിൽ മേടിക്കണമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോഴേക്കും ഒരു പെണ്ണ് കൂട്ടി വന്ന് വേഗം ഇടിച്ച് കയറിയിട്ടേ വന്നത് ഇതാക്കുന്നു. അവളെ സ്റ്റിക്കർ ഒട്ടിക്കുന്നു, അത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രം നമുക്ക് കണ്ടപ്പോൾ നമുക്ക് എത്രയും കൂടെ ഇത്രയും പട്ടിണിയും പരിവട്ടാണല്ലോ കർത്താവേ എന്ന് ഒന്ന് ചിന്തിച്ചു പോയി. കാരണം ഇത്ര വലിയ എയർപോർട്ടും കാര്യം പണിതിട്ടിട്ട് പ്രത്യേകിച്ച് വെള്ളക്കാരും അങ്ങനത്തെ പുറമെന്നുള്ള ആൾക്കാർ വരണ സമയത്ത് നമ്മൾ ഒരുമാതിരി കിടന്നിട്ട് അതൊരു മാതിരി പരിപാടിയായി പോയി. ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്കതൊരു വിഷമമുണ്ട്. അത് അനുചേട്ടാ, നിങ്ങൾ ഇത്രയും വലിയൊരു എയർപോർട്ട് പണിതിട്ടിട്ട് അവിടെ നിൽക്കുന്ന കുട്ടികളോട് കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറാൻ പറയണം. കസ്റ്റമർ ആവശ്യമുണ്ടെങ്കിൽ അത് മേടിച്ചോളും. അല്ലാണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഇറക്കണ പണി ചെയ്യരുത്. അപ്പോൾ അത് മാത്രമാണ് നമുക്കിവിടെ ഇഷ്ടപ്പെടാതിരുന്നത് കണ്ടിട്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓ മൈ ഗോഡ്, സ്കെച്ചേഴ്സിൻ്റെ ഷോറൂം കേന്ദ്ര സാധനമാട്ടാ. എല്ലാം കൊണ്ടും നല്ല അടിപൊളി സെറ്റപ്പാണ്. കാണുമ്പോൾ നമുക്ക് കാണാം ഭയങ്കരമായിട്ട് ഡൊമസ്റ്റിക്കിൽ നിൽക്കുക എന്നുള്ള ചിന്തയില്ല. അപ്പോൾ ഡൊമസ്റ്റിക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ പിന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചൊരു കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻ്റർനാഷണലിൽ വന്നിറങ്ങാനേ പറ്റുള്ളൂ. ഇന്ന് പിന്നെ ഓഗസ്റ്റ് 15 അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാവരും പട്ടുസാരിക്ക് എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഈ കടയാണെങ്കിലും കണ്ട കുറേ ഓഗസ്റ്റ് 15-ൻ്റെതായ അലങ്കാരം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ഇത്രയും ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരുമാതിരി നമ്മുടെ വില കളയണ പണി കാണിക്കരുത്. കാരണം എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു വെള്ളക്കാരി ഇറങ്ങി ഓടുക ചെയ്യണേ ഇവർ അടുത്തേക്ക് വരുമ്പോഴേക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിൽ നമ്മൾ തരം താവരുത്. ആ ഒരു കാര്യം മാത്രമേ നമുക്കിവിടെ ഉണ്ടായ അനുഭവമുള്ളൂ. പക്ഷെ ഇതൊന്നും നമുക്ക് വിഷയമില്ല. കാരണം നമുക്കിനി വീട്ടിൽ പോകണം, കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഒരു 5 മണിക്കാണ് ഫ്ലൈറ്റ്. ഒരു 3 മണിക്കൂറുണ്ട് നമുക്കിനി സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട്. വാഷ്റൂമിൽ പോകണം. മുണ്ടെടുത്തൊരാൾ എയർപോർട്ടിൽ കണ്ടപ്പോൾ സന്തോഷം. മിക്കവാറും വേണ്ട ഒരുത്തന്നെ പിന്നെ പോകേണ്ട മുണ്ടെടുത്തിട്ട് മിക്കവാറും ഒരു മലയാളിയാവും. പക്ഷെ കണ്ട ഇവിടെയും ഉള്ള ഷോപ്പുകളിലുള്ള ഒരാൾ പോലും നമ്മുടെ അടുത്ത് അത് വേണം ഇത് വേണം എന്നിട്ട് ചോദിക്കണില്ല. ആ ഒരു വൃത്തിയും എടുപ്പും ചുരിദാർ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഒരാൾ പോലും വന്നിട്ട് വേണോ ചോദിക്കുക ഓഫർ ഉണ്ടെന്ന് പറയുക ഒന്നുമില്ല. പക്ഷെ അവിടെ കിടന്നിട്ട് കുത്തി വാങ്ങാണ്ടപ്പോൾ കഷ്ടം തോന്നി, അത്രേ ഉള്ളൂ. നൈസായിട്ട് മക്ഡിന്ന് ഒരു ബർഗർ മേടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ ഇനി ഒരു സ്ഥലത്ത് പോയി കഴിക്കാൻ നയിക്കണം. ഒരു അബദ്ധം പറ്റിയ എന്താ വെച്ചെങ്കിലേ നമ്മൾ പെട്ടെന്ന് അവിടെ പ്രാക്ടീസ് ചെയ്തുള്ള നിലയ്ക്ക് നമ്മളിങ്ങനെ ഒരു കയ്യകലിട്ടിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയിട്ട് നിൽക്കുന്നു. ഇടയിൽ നൈസായിട്ട് പയ്യൻ വന്ന് കയറി. അപ്പോൾ ഞാനോട് പറഞ്ഞിങ്ങനെ മോനെ ഞാൻ അവിടെ നിൽക്കണ്ട കൂട്ടാ എന്താണ് ഇങ്ങനെ ചെയ്യണേ എന്ന് ചോദിച്ചോട്ടെ മനം പറ്റിയും പറഞ്ഞോളൂ. അപ്പോൾ പുള്ളി വേഗം സോറി സാർ ഇത് മൊട്ട് കുറേ സാറെ വിളിച്ചു തന്നെ. അപ്പോൾ ഏതർത്ഥത്തിൽ ആ സാറെ ഇത് വിളിച്ചാൽ എനിക്ക് മനസ്സിലായി. പക്ഷേ ആ ഒരു ഭയങ്കര ഒരു സഡൻ ചേഞ്ച് ആയിരുന്നു. ഇനി ഞാൻ വിടില്ല. ഇനി ആര് കണ്ടാലും ഞാൻ നേരെ പിന്നിൽ നല്ല മുട്ടീനെ കയറി നിൽക്കും ഞാൻ. കാരണം നമുക്കത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ശീലമില്ലാത്തതുകൊണ്ടേ ഇനി ഇങ്ങനത്തെ കുറച്ച് കാലങ്ങൾ ശീലിക്കണ്ടേ. ഇടയ്ക്ക് നമ്മൾ മറന്നു പോകും നമ്മുടെ നാടിൻ്റെ കാര്യം. ഇതുവരെ കൊള്ളാം. പക്ഷേ എയർപോർട്ടിൽ കിട്ടൂട്ടോ, രക്ഷയില്ല. വാഷ്റൂമിലേക്ക് നല്ല നീറ്റാണ്, നല്ല അടിപൊളി സെറ്റപ്പ്. അവിടെ എയർപോർട്ട് റിവ്യൂ പറയാതിരിക്കുന്നതല്ല, എന്തായാലും കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി നമുക്ക്. അത് പറഞ്ഞെന്ന് മാത്രം. നമ്മുടെ നീണ്ട യാത്ര അവസാനം അങ്ങനെ നമ്മുടെ കൊച്ചിയിൽ അവസാനിച്ചു കേട്ടോ. നമ്മളിവിടെ എത്തിയത് നമ്മുടെ ലഗേജ് കിട്ടി. നമ്മൾ പുറത്തേക്ക് പോവാണ്. പുറത്ത് നമ്മളെ കാത്ത് 3 പേരുണ്ടാവുമെന്നാണ് പറഞ്ഞുള്ളത്. വേറെ ആരല്ല, 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന എൻ്റെ പെങ്ങളും 1 കൊല്ലത്തിന് ശേഷം കാണുന്ന പെങ്ങളും പിന്നെ ഒരു 2 മാസത്തിന് ശേഷം കാണുന്ന എൻ്റെ ഭാര്യയും. എന്തായാലും സംഭവം അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് നമുക്ക്. പുറത്തേക്കുള്ള വഴി
നിൽക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്, കൈ കാണിക്കുന്നുണ്ട്. കണ്ടു ഇന്റർനാഷണലിൽ വരണ മാതിരി അത്രയും തിരക്കൊന്നുമില്ല, നമുക്ക് വലിയ ആവേശമില്ല, കുറച്ചുള്ളൂ. അങ്ങനെ അങ്ങോട്ട് പോരെ. ഞാനെത്തി, ആൾക്കാരെ മുമ്പിൽ വെച്ച് കണ്ടപ്പോഴേ നമ്മളൊന്ന് നെർവസായി. അങ്ങനെ 6 കൊല്ലങ്ങൾക്ക് ശേഷം ഉള്ള എൻ്റെ ഞങ്ങള്, ഇത് 1 കൊല്ലത്തിന് ശേഷമുള്ളത്, ഇത് 2 മാസത്തെ ഗ്യാപ്പിലുള്ളത്. എന്നാ ഇന്ന് നമ്മുടെ ഈ മൂത്ത പെങ്ങളുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു. മുല്ലശ്ശേരി വടക്കും പുതുക്കാട് എന്ന് പറഞ്ഞ പള്ളിയിൽ ഉച്ചയ്ക്ക് പെരുന്നാൾ ആഘോഷം കഴിഞ്ഞിട്ടാണ് ഇവരിങ്ങോട്ട് പോന്നേക്കണേ. ഉണ്ട്, ചൂട് വലിയ ചൂടൊന്നും ഇല്ല കേട്ടാ, സമാധാനമുള്ള ചൂടുള്ളൂ. ചൂടത്ര കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ജോജു, നമ്മുടെ ബാല്യകാല കൂട്ടുകാരനാണ്, ബാല്യകാല സഖി എന്നൊക്കെ പറയുന്നത് കൂട്ടുകാരൻ. നമ്മള് ഇങ്ങനെ ഒരു കാലമായിട്ട് പോയി വണ്ടി എടുത്ത് തകർത്ത് കിടക്കാണ്. ഇവരാണ് നമ്മുടെ സാരഥീറ്റാ. ഇതാണ് നമ്മുടെ കുട്ടികൾ, പെങ്ങന്മാരുടെ കുട്ടികളും എൻ്റെ 2 പാവം കുട്ടികളും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് നമ്മളെ. ഏകദേശം മണി 10 മണിയായി, കിടന്നിട്ടില്ല, കാത്തുക്കണ്. ജോജു വണ്ടി ആ സൈഡിൽ ത്രേസൂട്ടിണ്ടല്ലോ അവിടെ. അതെ, ഇതാണ് നമ്മുടെ ത്രേസ്യാകുട്ടി ചേച്ചി നിൽപ്പുണ്ട്, ത്രേസ്യാകുട്ടി ചേച്ചി. അമ്മ കെട്ടിപ്പിടിക്കട്ടെ, അങ്ങനെ നമ്മുടെ കാരണന്മാര് ഫുള്ള് കാണിക്കാം. ഇത് പപ്പ, അപ്പാപ്പൻ, മുത്തിപ്പാപ്പൻ. അപ്പൊ മറ്റേ പടത്തിൽ പറയില്ല, അവന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് ഇവൻ. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നമ്മള് പെട്ടിപ്പൊട്ടിക്കാൻ പോകണല്ലോ. ഓക്കെ, നമ്മുടെ എല്ലാ ഗൾഫുകാരുടെയും ഒരു പരിപാടി, ഒരു കുഞ്ഞിന് പെട്ടിപ്പൊട്ടിക്കല്. അപ്പോ ഈ പെട്ടിയില് ഇത് ഞാൻ അവിടെ നിന്ന് ഇട്ട് വന്ന ഷൂ ഞാൻ അവിടെ വെച്ചിട്ട് മാറ്റി. പിന്നെ കുറച്ച് മിഠായികള്. എല്ലാവരും വന്നേ, ഒരു കുഞ്ഞൊരു സംഗതി കാണിക്കാണ്ട്. എന്തിട്ടാന്നറിയോ ഇത്? സ്വർണം. ഇത് ഭാര്യക്കുള്ളതല്ല, മമ്മിക്കുള്ളതല്ല, ഇത് ആർക്കുള്ളതാവും? ഒരു പിടുത്തല്ലോ. അപ്പോ ഇത് ഒരു 10-30 കൊല്ലം മുമ്പുള്ള ഒരു കടം. ഇത് തുറന്നു നോക്ക്. എനിക്ക് ഓർമ്മയുണ്ടോ 10-30 കൊല്ലം മുമ്പ് നിങ്ങൾ മോതിരം ഞാൻ കൊണ്ട് കളഞ്ഞത്? ഈ ഒരു സാധനം ഞാൻ കൊണ്ട് കളഞ്ഞതിന് തിരിച്ച് പ്രത്യുപകാരം അല്ലല്ല, കടം വീട്ടണ്. എവിടെ? അതെ, മന്ത്രമോതിരാണ് ഈ കിട്ടുന്നത്. നിന്റെ വിരൽ എവിടെ കാണിച്ചേ? അങ്ങനെ. അപ്പൊ അവളുടെ മോതിരം കിട്ടു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പാകയുണ്ട്. ഈ പായ്ക്കും മതി. അളവ് നോക്കാണ്ട് പിടിച്ചുള്ളതല്ലേ. അപ്പൊ അങ്ങനെ പെങ്ങൾക്ക് നമ്മള് എല്ലാം നമ്മള് ചെയ്തു കൊടുത്തു. പിന്നെ നിനക്കിത് കടം വീടിയിട്ടില്ല. അന്നത്തെ ദിവസം നീ തന്നെ പട്ടീനെ തല്ലണ പോലെ തല്ലിണ്ടായിരുന്നു. അതും കൂടി ഒന്ന് തീർത്താലേ നീ